Unit 5 Demand Analysis. Demand. In a free market economy, the price of a commodity is determined by the interaction of the forces of supply and demand. ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിലെ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് തീരുമാനിക്കുന്നത് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. കമ്മോഡിറ്റി മീൻസ് എനി ഗുഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫോർ സെയിൽ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് കമ്മോഡിറ്റി. മാർക്കറ്റ് മീൻസ് ഓൾ ഏരിയ ഇൻ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഇൻ കോൺടാക്റ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബയേഴ്സ് സെല്ലേഴ്സ് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും വേണ്ടി. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. Demand for a commodity refers to that quantity of commodity demanded in the market at a given price in a given moment of time. Demand for a commodity എന്ന് പറഞ്ഞാൽ refers to that quantity of a commodity demanded in the market at a given price and in given time. It implies three elements: quantity of the commodity, price of the commodity, and the period. Period is important because over different period, different quantities of commodity may be different even at the same price. Demand in economics implies both desire to purchase and ability to pay. ഇക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ഡിസയർ ടു പർച്ചേസ് വേണം, പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം വേണം. പിന്നെ എബിലിറ്റി ടു പേ വേണം, പൈസ കൊടുക്കാനുള്ള കഴിവും വേണം. Mere desire does not constitute demand unless it is backed by ability to pay. വെറുതെ ആഗ്രഹം മാത്രം കൊണ്ട് അത് ഡിമാൻഡ് ആവുന്നില്ല. അപ്പോൾ ഡിമാൻഡിന് ഡിസയർ പ്ലസ് നീഡ് പ്ലസ് അവൈലബിലിറ്റി പ്ലസ് എബിലിറ്റി ടു പേ, ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വന്നാലാണ് ഡിമാൻഡ് ആവുകയുള്ളൂ. ഇനി ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. ദർ ആർ മെനി ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. ദ ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ഈസ് ഇൻവേഴ്സ്ലി ആൻഡ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് പ്രൈസ്. ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി ആൻഡ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് പ്രൈസ്. അതായത് ഡയറക്റ്റ് റിലേഷനല്ല, ഇൻവേഴ്സ് റിലേഷനാണ്. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ദ ഡിമാൻഡ് ഓഫ് എ പർട്ടിക്കുലർ ഗുഡ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി അതർ കമോഡിറ്റി. അതായത് ഡിമാൻഡ് ഫോർ എ പർട്ടിക്കുലർ ഗുഡ്, ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് മറ്റൊരു സാധനത്തിൻ്റെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് അങ്ങനത്തെ ഗുഡിന് പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് കൺസംഷൻ ഇൻ ആൻ ഇക്കോണമി ഈസ് എ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്. The demand for a commodity of the individual household is the quantity of that commodity that he is ready to purchase or take away from the market in a given moment of time at a given price. Demand for a commodity of the individual household is the quantity of that commodity that he is ready to purchase or take away from the market in a given moment of time at given price. ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. ഹൗസ് ഹോൾഡ് ഡിമാൻഡിനെ ഇഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ദർ ആർ മെനി ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. ഒന്ന് പ്രൈസ് ഓഫ് ദി കമോഡിറ്റി, ഒന്ന് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു ഗുഡ്, ചായപ്പൊടിക്ക് പകരം കാപ്പിപ്പൊടി ഉപയോഗിക്കുന്ന. കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു സാധനം കൂടി വേണം. അതായത് കാർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ പെട്രോൾ വേണം, പേന ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ മഷി വേണം. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്. അപ്പോൾ ഈ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, അപ്പോൾ ഹൗസ് ഹോൾഡ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പ്രൈസ് ഓഫ് ദി കമോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. ഇനി ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. ഒന്ന് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ ഇൻകം ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യും. ടേസ്റ്റ്, പ്രിഫറൻസ്, ഹാബിറ്റ് ഓഫ് ദ കൺസ്യൂമർ, ഇതും ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ QD ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് P, PR, Y, T ആൻഡ് W. P എന്താണ്? പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. PR എന്താണ്? പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ്. Y എന്താണ്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ. T എന്താണ്? T ഈസ് ദ പ്രിഫറൻസ്, T ഈസ് ദ ടേസ്റ്റ്, പ്രിഫറൻസ് ആൻഡ് ഹാബിറ്റ് ഓഫ് ദ കൺസ്യൂമർ. W എന്ന് പറയുന്നത് ഈസ് എ ക്ലൈമറ്റ്, ഫാഷൻ, പോപ്പുലേഷൻ എക്സെട്ര. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് P, PR, Y, T ആൻഡ് W. ഇനി കൈൻഡ്സ് ഓഫ് ഡിമാൻഡ്. എത്ര തരത്തിലുള്ള ഡിമാൻഡാണ് ഉള്ളത്? പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്. ഡിമാൻഡ് 3 തരത്തിലുണ്ട്: പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്.
പ്രൈസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഫങ്ഷൻ ഓഫ് പ്രൈസ്. പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് പ്രൈസ്. ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ഇൻകം. ഇൻകം അനുസരിച്ച് ഡിമാൻഡിൽ മാറ്റം വരുന്നതാണ് ഇൻകം ഡിമാൻഡ്. ഇനി പ്രൈസ് ഡിമാൻഡ് അത് നമ്മൾ പറഞ്ഞാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ്. ക്രോസ് ഡിമാൻഡോ? ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് PR. അതർ തിങ്സ് ബീങ് ദ സെയിം, ക്രോസ് ഡിമാൻഡ് ഷോസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് എ കമോഡിറ്റി demanded and price of its related commodity. It can be expressed as QD is equal to function of PR. അപ്പോൾ 3 തരത്തിലുള്ള ഡിമാൻഡ് ഉണ്ട്. ഒന്ന് പ്രൈസ് ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്, പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്. അപ്പോൾ ഇത് ഈ ഡിമാൻഡ് മറ്റുള്ള സാധനങ്ങളുടെ വിലയെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇത് ഒരു സാധനത്തിൻ്റെ വിലയും ഒരാൾ വാങ്ങിച്ച സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ്. ദിസ് ഈസ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. ഹൗസ് ഹോൾഡ് ഡിമാൻഡ് കർവ്, ഹൗസ് ഹോൾഡ് ഡിമാൻഡ് കർവാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ലീനിയർ ഡിമാൻഡ് കർവ് QD is equal to A minus BP. QD എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ്, A is the vertical intercept, B slope of the demand curve delta P by delta Q, P price of the commodity. അപ്പോൾ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ QD is equal to A minus BP. A വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും എന്താണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ A is the vertical intercept, B is the slope of the curve, P price of the commodity. ന്യൂമറിക്കൽ എക്സാമ്പിൾ ഇവിടെ ഇവിടെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. P ക്വാണ്ടിറ്റി ഡിമാൻഡ്, A മൈനസ് BP എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇവിടെ 6 മൈനസ് 2P എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. A മൈനസ് BP എന്ന് പറയുന്ന ഇക്വേഷന് പകരം. അപ്പോൾ പിയുടെ സ്ഥാനത്ത് 0, 1, 2, 3 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0, 6, 1, 4, 2, 2, 3, 0 എന്ന് പറയുന്ന പോയിൻറ്റ്സ് കിട്ടുന്നു. നമുക്ക് അതാണ് ഇവിടെ ഡിമാൻഡ് കർവിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ QD is equal to 6 മൈനസ് 2P എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ കണ്ടു. അത് A മൈനസ് BP എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഫോമാണ്. ആ പിയുടെ സ്ഥാനത്ത് 0, 1, 2, 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 6, 4, 2, 0 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിനകത്ത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ 6 ആണ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് 3/6 ആണ്. അപ്പോൾ 3/-2 ആണ് സ്ലോപ്പ് ഓഫ് ദി കർവ്. A മൈനസ് A/B എന്ന് നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ കർവിൽ കണ്ടതാണ്. ഇനി മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ കണ്ടോ? ഇവിടെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി കൺസ്യൂമർ A കൊടുത്തിട്ടുണ്ട്, കൺസ്യൂമർ B ഇവിടെ ഡിമാൻഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ A 50, 60, 70 എന്ന് കൊടുത്തിരിക്കുന്നു. ഇനി വേറൊരാൾ കൺസ്യൂമർ B 30, 40, 50, 60, 70. ഇനി എയും ബിയും കൂടെ രണ്ടുപേരും കൂടെ കൺസ്യൂം ചെയ്യുന്ന കൂട്ടി കഴിയുമ്പോഴാണ് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടുന്നത്. ഇനി അതിൻ്റെ കർവ് നോക്കിയേ, എയുടെ കർവ് ബിയുടെ കർവ് രണ്ടും കൂടെ കൂട്ടി കിട്ടുമ്പോൾ ഉള്ള കർവ്, അതാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അപ്പോൾ ഇവിടെ എയുടെ കർവ് വരച്ചിരിക്കുന്നു, ബിയുടെ കർവ് വരച്ചിരിക്കുന്നു, എയും ബിയും കൂടെ കൂട്ടിയുള്ള കർവ് മാർക്കറ്റ് ഡിമാൻഡ് കർവും ഇവിടെ വരച്ചിരിക്കുന്നു. ഇനി ഫാക്ടർ എഫക്റ്റിംഗ് മാർക്കറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്താ? പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ക്ലൈമറ്റ് ആൻഡ് സീസൺ, ഗവൺമെൻറ് പോളിസി. ഇതൊക്കെയാണ് മാർക്കറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് രാജ്യത്തെ ജനസംഖ്യ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ക്ലൈമറ്റ് ആൻഡ് സീസൺ, ഗവൺമെൻറ് പോളിസി. അടുത്തത് ലോ ഓഫ് ഡിമാൻഡാണ്. ലോ ഓഫ് ഡിമാൻഡ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ഡിമാൻഡഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അക്കോർഡിംഗ് ടു ദിസ് ലോ, other things being the same, when the price of the commodity increases, the quantity demanded fall, and when the price of the commodity fall, the quantity demanded increases. It means that price and quantity demand move in the opposite direction. നമ്മൾ പറഞ്ഞാണ് when the price increase, demand decrease. When the price decrease, demand increase. ഇനി assumption of law of demand. There is no change in the price of related goods. Related goodsന് മാറ്റം വരില്ല. No change in the income of the consumer. No change in the taste and preference habit, no change in climate fashion, no change in the population, no change in the distribution of income and wealth,
നോ ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ആൻഡ് സീസൺ, നോ ചേഞ്ച് ഇൻ ഗവൺമെൻറ് പോളിസി. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിൻ്റെ അസംഷൻസ് ഇതാണ് അസംഷൻസ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളിൽ മാറ്റം വരുന്നില്ലെങ്കിൽ മാത്രമാണ് ലോ ഓഫ് ഡിമാൻഡ് പ്രാവർത്തികമാകൂ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ്, അത് 50 രൂപ വിലയായിരിക്കുമ്പോൾ ഡിമാൻഡ് 3 രൂപയായിരിക്കും. 40 രൂപ വില കുറയുമ്പോൾ ഡിമാൻഡ് 4 രൂപ കൂടും. 30 രൂപയാകുമ്പോൾ ഡിമാൻഡ് 5 ക്വാണ്ടിറ്റി ആകാം, ക്വാണ്ടിറ്റി 5. 20 രൂപയായിട്ട് കുറയുമ്പോൾ എന്താണ് 6 ക്വാണ്ടിറ്റി 6 കൂടും. അപ്പോൾ ഡിമാൻഡ് കർവ് ഷോസ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഡിമാൻഡഡ്. ദേ ഷോ ഇൻ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ഇനി എക്സെംഷൻസ് ടു ദി ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് ഡസ് നോട്ട് അപ്ലൈ ടു ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഒന്ന് ഗിഫൺ ഗുഡ്. ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ഇൻഫീരിയർ ഗുഡാണ്. ദ ഡിമാൻഡ് ഫോർ ഗിഫൺ ഗുഡ് ഡിക്രീസ്. ഡിമാൻഡ് ഫോർ ഗിഫൺ ഗുഡ്സ് ഡിക്രീസ് വിത്ത് ദ ഫോൾ ഇൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ആൻഡ് ഇൻക്രീസ് വിത്ത് ദ റൈസ് ഇൻ പ്രൈസ്. അതായത് ഗിഫൺ ഗുഡിൻ്റെ കാര്യത്തിൽ ഡിക്രീസ് വിത്ത് ദ ഫോൾ ഇൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ആൻഡ് ഇൻക്രീസ് വിത്ത് ദ റൈസ് ഇൻ ഗുഡ്. സാധാരണഗതിയിൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇവിടെയോ ദ ഡിമാൻഡ് ഫോർ ഗിഫൺ ഗുഡ് ഡിക്രീസ് വിത്ത് ഫോൾ ഇൻ പ്രൈസ്. ഇവിടെ വില കുറയുമ്പോൾ ഡിമാൻഡ് കുറയും, വില കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ ഓപ്പോസിറ്റാണ്, ഗിഫൺ ഗുഡിൻ്റെ കാര്യത്തിൽ ഓപ്പോസിറ്റാണ്. കോൺസ്പീഷ്യസ് കൺസംഷൻ ഗുഡ്. ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മണ്ണെണ്ണ ഇപ്പോൾ കുറച്ച് പൈസ കുറവാണെങ്കിൽ ആൾക്കാർ മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിക്കും. പക്ഷേ കുറച്ച് വരുമാനമൊക്കെ ആയി കഴിയുമ്പോൾ ആൾക്കാരത് മാറ്റിയിട്ട് ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കും. അപ്പോൾ മണ്ണെണ്ണയ്ക്ക് വരുമാനം കൂടി കഴിയുമ്പോൾ മണ്ണെണ്ണയുടെ വിലയൊന്നും നോക്കിക്കൊണ്ടിരിക്കില്ല. ദാറ്റ് ഈസ് ഗിഫൺ ഗുഡ്. കോൺസ്പീഷ്യസ് ഗുഡ്. ഗുഡ്സ് വിച്ച് ആർ purchased to emphasize social status prestige will be demanded more when price rise. അത് നമ്മുടെ ഒരു പ്രസ്റ്റീജിനെ കാണിക്കാൻ ഉള്ള കൺസംഷനാണ്, അല്ലെങ്കിൽ പൊങ്ങച്ച ഉപഭോഗം എന്ന് പറയാം, കോൺസ്പീഷ്യസ് കൺസംഷൻ. അപ്പോൾ അടുത്തുള്ള ഒരു വലിയ വീട് പണിയുമ്പോൾ നമുക്കും വലിയ വീട് പണിയാൻ ടെൻഡൻസി ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളും എങ്ങനെയെങ്കിലും സിമെൻറ്റിനും എല്ലാത്തിനും വില കൂടുതലാണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ഒരു വില സാധനങ്ങൾ മേടിച്ച് വീട് പണിയുന്നു. ആ ഒരു ടെൻഡൻസിക്കാണ്, അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഡിമാൻഡിനാണ് കൺസംഷൻ കോൺസ്പീഷ്യസ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഫ്യൂച്ചർ ചാലഞ്ച് ഇൻ പ്രൈസ്. വെൻ ബയർ എക്സ്പെക്ട് ഫ്യൂച്ചർ റൈസ് ഇൻ പ്രൈസ് ദേ ഡിമാൻഡ് മോർ, ആൻഡ് വെൻ ബയർ എക്സ്പെക്ട് ഫർദർ ഫോൾ ഇൻ പ്രൈസ് ദേ വിൽ ഡിമാൻഡ് ലെസ്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ്, ബയർ അതായത് ഭാവിയിൽ പ്രൈസ് കൂടുമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഡിമാൻഡ് കുറച്ച് അധികം വാങ്ങിച്ചു വയ്ക്കും. ഭാവിയിൽ പ്രൈസ് കുറയും എന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും. നെസസിറ്റീസ്. ഇനി സം ഗുഡ്സ് ആർ നെസസിറ്റി ഫോർ ലൈഫ്. ഫോർ എക്സാമ്പിൾ ഫുഡ് ഗ്രെയിൻ, സോൾട്ട്. എ മിനിമം ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി വിൽ ബി ഡിമാൻഡഡ് ബൈ ദി കൺസ്യൂമർ ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൈസ്. ഇപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ അരിക്ക് എത്ര രൂപ കൂടിയെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നെസസിറ്റീസിൻ്റെ കാര്യത്തിൽ വില നോക്കൂല, കാരണം അത് വാങ്ങിച്ചാൽ പറ്റൂ. ഇഗ്നോറൻസ്. ഇഫ് ദ കൺസ്യൂമർ നോട്ട് അവെയർ ഓഫ് ദി കോമ്പറ്റേറ്റീവ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ദേ മേ പർച്ചേസ് മോർ ഓഫ് ദ കമോഡിറ്റി ഈവൻ അറ്റ് ഹയർ പ്രൈസ്. ഇപ്പോൾ ആൾക്കാർക്ക് ഈ കോമ്പറ്റേറ്റീവ് പ്രൈസിനെ കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ ചിലപ്പോൾ ഉയർന്ന പൈസയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോകും. എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ. വാർ, ഫെമൈൻ ആൻഡ് റിയോട്ട്സ് ആർ ദി എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസ്. ഇപ്പോൾ യുദ്ധം, ക്ഷാമം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൺസ്യൂമേഴ്സ് ഹാവ് എ ടെൻഡൻസി ടു ബിഹേവ് ഇൻ ആൻ അബ്നോർമൽ വേ ഡ്യൂറിങ് ദി സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ആൾക്കാർ ചിലപ്പോൾ കറക്റ്റ് ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് ആയിരിക്കണമെന്നില്ല പോണേ. ഇപ്പോൾ വാർ ഒക്കെ വരും, അപ്പോൾ ഷോർട്ടേജ് വരുവാന്ന് അറിയുമ്പോൾ ആൾക്കാർ കുറച്ച് അധികമൊക്കെ വാങ്ങിച്ചു വയ്ക്കുക. അപ്പോൾ വിലയൊന്നും നോക്കില്ല. ഇനി ചേഞ്ച് ഇൻ ഫാഷൻ ഹാബിറ്റ്, ആറ്റിറ്റ്യൂഡ്. കൺസ്യൂമേഴ്സ് ഹാവ് എ ടെൻഡൻസി ടു ബിഹേവ് ഇൻ എ ഡിഫറെൻറ്റ് വേ വെൻ ഫാഷൻ്റെ ഒരു ട്രെൻഡ് വരുമ്പോൾ ആൾക്കാർ വില നോക്കൂല. പിന്നെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആൾക്കാർ ഇപ്പം വലിയ ഇപ്പോൾ ബൈക്ക് ഒരു പ്രായത്തിൽ ചില കുട്ടികൾക്ക് ഒരു വലിയ ബൈക്കിനോടൊരു ആഗ്രഹം തോന്നും. അപ്പോൾ അവർ ആ വില നോക്കിയല്ലാതെ വാങ്ങിക്കുന്നത്. വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്. ദർ ആർ 2 റീസൺ ഫോർ ദിസ്. ഒന്ന് ഇൻകം ഇഫക്റ്റ്, ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. 2 കാര്യങ്ങളാണ് ഈ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആവാൻ കാരണം. ഒന്ന് ഇൻകം ഇഫക്റ്റ്.
The effect of a demand for a commodity due to change in real income of the consumer as a result of change in its price commodity is known as income effect. അപ്പോൾ ഇഫക്റ്റ് ഓൺ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകത്തിൽ മാറ്റം വരുമ്പോൾ ആ ഡിമാൻഡിൽ മാറ്റം വരും. ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് ഈസ് നോൺ ആസ് ഇൻകം ഇഫക്റ്റ്. അതായത് ഇൻകത്തിൽ മാറ്റം വരുമ്പോൾ ആ ഡിമാൻഡിൽ വരുന്ന മാറ്റമാണ് ഇൻകം ഇഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ വെൻ ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾ it become cheaper in comparison to other commodity. Therefore, the consumer starts to substitute this commodity in the place of other commodity. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ കൺസ്യൂമറിന് അത് ചീപ്പറായിട്ട് മാറും. അപ്പോൾ വേറൊരു സാധനം വാങ്ങിക്കുന്നതിനേക്കാൾ ലാഭം ഇത് വാങ്ങിക്കുന്നതായിട്ട് തോന്നുമ്പോൾ ആളുകൾ അത് വാങ്ങിക്കും. അപ്പോൾ therefore ഇത് കൺസ്യൂമർ സ്റ്റാർട്ട്സ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. അത് ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണ്. ചായപ്പൊടിക്ക് വില കൂടുമ്പോൾ ആളുകൾ കാപ്പിപ്പൊടി വാങ്ങിക്കും. അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് ഇഫക്റ്റ്, ദ കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് കോൾഡ് പ്രൈസ് ഇഫക്റ്റ്. അപ്പോൾ പ്രൈസ് ഇഫക്റ്റ് ഈസ് ഈക്വൽ ടു ഇൻകം ഇഫക്റ്റ് പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇനി മൂവ്മെൻറ്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ്. ഇത് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കുറയുകയാണ്, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ദാറ്റ് ഈസ് ഇതാണ് മൂവ്മെൻറ്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ്, എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ്. ഇതിവിടെ ഈ കർവ് രണ്ട് കാണിച്ചേക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൈസസ് വില കൂടി, അപ്പോൾ P1 നിന്ന് P2 കൂടി, അപ്പോൾ ഡിമാൻഡ് Q1 നിന്ന് Q2 കുറഞ്ഞു. ആരോ മുകളിലേക്ക് പോകുന്നുണ്ടോ, അത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അവിടെ പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. ഇനി ഫോളിംഗ് പ്രൈസ് കോസസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഇവിടെ P1 നിന്ന് P3 വില കുറഞ്ഞു, ആരോ താഴേക്ക് പോകുന്നുണ്ടോ, അപ്പോൾ Q1 നിന്ന് Q3 ഡിമാൻഡ് കൂടി, അത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡാണ്. അപ്പോൾ അത് രണ്ടും മൂവ്മെൻറ്റ് അലോങ് ദി സെയിം ഡിമാൻഡ് കർവ്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഇനി ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്, ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കൂടുമ്പോൾ കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഡിമാൻഡ് കുറയുമ്പോൾ കർവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ അതിന് കാരണം പ്രൈസ് ആകണം, പ്രൈസ് അല്ല. അപ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഇതുണ്ട് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഇവിടെ കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് ഇഫ് മോർ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഡിമാൻഡ് അറ്റ് ദ സെയിം പ്രൈസ്, വിലയ്ക്ക് ഒരു മാറ്റവും ഇല്ലാതെ ഡിമാൻഡ് കൂടുന്നു. ഡ്യൂ ടു ഫേവറബിൾ ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് അല്ലാതെ മറ്റുള്ള കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ ചേഞ്ച് ഇൻ ഇൻകം, ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, ടേസ്റ്റ്, പ്രിഫറൻസ്, ഈ കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡ് കൂടുന്നതിനാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇവിടെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഡിക്രീസ് ഇൻ ഡിമാൻഡ്, എ ലെസ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡഡ് അറ്റ് ദി സെയിം പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. അതിന് ഡ്യൂ ടു അൺഫേവറബിൾ ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ്, അനുകൂലമല്ലാത്ത ചില കാര്യങ്ങൾ. അപ്പോൾ ഇൻകം പെട്ടെന്ന് കുറയുന്നു, ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ടേസ്റ്റ്, പ്രിഫറൻസിൽ മാറ്റം വരുന്നു. അപ്പോൾ പെട്ടെന്ന് ഡിമാൻഡ് താഴേക്ക് പോരും, അപ്പോൾ ഡിമാൻഡ് കർവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇക്വേഷൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ഇവിടെ ഇക്വേഷൻ കണ്ടോ, ഡെൽറ്റ Q ബൈ Q ഡിവൈഡ് ബൈ ഡെൽറ്റ P ബൈ P ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q. അതായത് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ്. ഇത് ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇക്വേഷൻ. ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി 5 ടൈപ്സ് ഉണ്ട്. ഒന്ന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇക്വേഷൻ ആണ്, സ്ട്രെയിറ്റ് കർവാണ്. ഇത് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റിയാണ്. ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്ന് പറയുന്ന ചിഹ്നം ഇവിടെ കൊടുത്തിരിക്കുന്നു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഹാസ് ഓൺലി തിയററ്റിക്കൽ ഇമ്പോർട്ടൻസ്. ദ ഡിമാൻഡ് കർവ് ഇൻ ദ കേസ് is a straight line parallel to x-axis ആണ് ഈ കർവ്. പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി refers to a situation where quantity demanded is perfectly depend on price. ഇവിടെ വില ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്.
പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇൻഫിനിറ്റ് ആണ് അവിടെ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിലോ ആ കർവ് നേരെ വെർട്ടിക്കലായിട്ട് നേരെ നിൽക്കുന്നു. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് റെഫേഴ്സ് ടു സിറ്റുവേഷൻ വെർ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. വില എത്ര കൂടിയാലും ഡിമാൻഡ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഡിമാൻഡ് കർവ് ഇൻ ദിസ് കേസ് പാരലൽ ടു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ബട്ട് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഹാസ് ഓൺലി തിയറട്ടിക്കൽ ഇമ്പോർട്ടൻസ്. ഇത് കണ്ടോ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ഇസിക്കൽ ടു 0 ആണ്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആണ്. ഇലാസ്റ്റിക് ഡിമാൻഡോ ഇവിടെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ പ്രൈസിൽ വന്ന ചെറിയൊരു മാറ്റം ഡിമാൻഡിൽ വലിയൊരു മാറ്റം വന്നു നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവും, ആ കർവും. അപ്പോൾ സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഈസ് സ്മൂത്ത്. ദിസ് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ലീഡ് ടു ലാർജ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. സ്മോൾ വിലയിൽ വരുന്ന ചെറിയൊരു മാറ്റം ഡിമാൻഡിൽ വലിയൊരു മാറ്റം വരുത്തി. ഇൻഇലാസ്റ്റിക് ഡിമാൻഡോ എ ലാർജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ലീഡ് ടു സ്മോൾ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രൈസിൽ വലിയൊരു മാറ്റം വന്നു, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചെറിയൊരു മാറ്റമാണ് വന്നുള്ളൂ. അപ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1. ഇവിടെ കണ്ടോ, പ്രൈസിൻ്റെ ആ ഗ്യാപ്പ് കൂടുതലും ക്വാണ്ടിറ്റിയുടെ ആ ഗ്യാപ്പ് കുറവുമാണ്. യൂണിറ്ററി ഇലാസ്റ്റിക്കോ അത് പ്രൈസിൻ്റെ ആ ഗ്യാപ്പ് മാറ്റം വന്ന ഗ്യാപ്പും ക്വാണ്ടിറ്റിയുടെ മാറ്റം വന്ന ഗ്യാപ്പ് സെയിം ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ചേഞ്ച് പ്രൈസിൽ വന്ന മാറ്റവും ഡിമാൻഡിൽ വന്ന മാറ്റവും ഇവിടെ സെയിം ആണ്. ഇനി ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദി ഇലാസ്റ്റിസിറ്റി എന്തൊക്കെയാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ നയിക്കുന്നത്? ദി നേച്ചർ ഓഫ് കമ്മോഡിറ്റി ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡ്യൂറബിൾ, പെരിഷബിൾ ഗുഡ്. പെരിഷബിൾ ഗുഡ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, മിൽക്കൊക്കെ ആർ ഇൻഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ്. വേറെ ഡ്യൂറബിൾ ഗുഡ് എന്ന് പറയുന്നത് റേഡിയോ, ടെലിവിഷൻ, അതൊക്കെ ഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ്. അപ്പോൾ കമ്മോഡിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡ്യൂറബിൾ ആൻഡ് പെരിഷബിൾ. പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഡ്യൂറബിൾ ഗുഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. അതായത് വിലയിൽ മാറ്റം വന്നാൽ അത് ഡിമാൻഡിൽ, ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ഓഫറൊക്കെ വരുമ്പോൾ, ഓണത്തിന് ഓഫറൊക്കെ വരുമ്പോൾ പ്രൈസിൽ വലിയ ചെറിയൊരു മാറ്റം വരുമ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് വരും. ടി വി, ടെലിവിഷൻ, അല്ല ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സാധനങ്ങൾക്ക്. അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇഫ് എ കമ്മോഡിറ്റി ഹാവ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഡിമാൻഡ് ടെൻസ് ടു ബി ഇലാസ്റ്റിക്, ആൻഡ് ഇഫ് കമ്മോഡിറ്റി ഡസ് നോട്ട് ഹാവ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഡിമാൻഡ് ടെൻസ് ടു ബി ഇൻഇലാസ്റ്റിക്. അപ്പോൾ ഇഫ് എ കമ്മോഡിറ്റി ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ഡിമാൻഡ് ടെൻ ടു ബി ഇലാസ്റ്റിക്. അപ്പോൾ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ സാധനങ്ങൾ ഒന്നിൻ്റെ വില കൂടി ആളുകൾ പെട്ടെന്ന് മറ്റേ സാധനം വാങ്ങിക്കാൻ തുടങ്ങും. ഇനി ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിലോ അതിൻ്റെ ഡിമാൻഡിന് വലിയ മാറ്റം ഇല്ലാണ്ടങ്ങ് പോകും. ഇനി ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദി ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. നമ്പർ ഓഫ് യൂസസ്. സിംഗിൾ യൂസ് ഗുഡ് ആർ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആസ് കമ്പയർഡ് ടു മൾട്ടി യൂസ് ഗുഡ്. ഒരു സാധനം കുറേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ടൈം. ഇൻ ദി ഷോർട്ട് പീരീഡ് ഡിമാൻഡ് വിൽ ബി ഇൻഇലാസ്റ്റിക് വൈൽ ലോങ് പീരീഡ് ഡിമാൻഡ് വിൽ ബി ഇലാസ്റ്റിക്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ദി പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇമ്പോർട്ടൻറ്റ് ടു മോണോപോളിസ്റ്റ്. ദ കൺസെപ്റ്റ് ഓഫ് elasticity of demand helps the monopolist to determine the elasticity of their product in different market and to charge different prices in different market. അതായത് കൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മോണോപോളിസ്റ്റിന് ഹെൽപ്ഫുൾ ആണ്. എന്തിനാണ്? ടു ഡിറ്റർമിൻ ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ദർ പ്രോഡക്റ്റ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്. പല മാർക്കറ്റിൽ പ്രോഡക്റ്റ് എങ്ങനെ ചിലവാകും എന്നറിയാനായിട്ട്. ആൻഡ് ടു ചാർജ്. അപ്പോൾ പല മാർക്കറ്റിൽ അവർക്ക് പല പ്രൈസ് ഈടാക്കാം. ഇപ്പോൾ ടൗണിൽ വിലയ്ക്ക് വ്യത്യാസം കാണും. അപ്പോൾ റൂറൽ ഏരിയാസിൽ മാർക്കറ്റിൽ സാധനങ്ങൾക്ക് വിലയുടെ വ്യത്യാസം കാണും. അതുപോലെ അപ്പോൾ മോണോപോളിസ്റ്റിന് ഇത് ആവശ്യമാണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻസ് മിനിസ്റ്റർ. ഫിനാൻസ് മിനിസ്റ്റർ ടു ഇമ്പോസ് ടാക്സസ് ടു ഇൻക്രീസ് ഗവൺമെൻറ് റവന്യൂ ഓൺ കമ്മോഡിറ്റീസ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഫിനാൻസ് മിനിസ്റ്ററിന് ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ട്, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കൂട്ടാനായിട്ട് ഈ ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റ് അത്യാവശ്യമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്, ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് റെമ്യൂണറേഷൻ ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ
ഇൻ്റർനാഷണൽ ട്രേഡിൽ വളരെ അത്യാവശ്യമാണ് ഈ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് റെമ്യൂണറേഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റെമ്യൂണറേഷന്, ഇപ്പോൾ തൊഴിലാളികളുടെ വേതനം നിശ്ചയിക്കുന്നതിനും ഒക്കെ ഈ കൺസെപ്റ്റ് വളരെ അത്യാവശ്യമാണ്. ഇനി മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ടോട്ടൽ ഔട്ട്ലേ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ് ഇസ് ഈക്വൽ ടു ടി ക്യു ഇൻറ്റു പി. ഇതിൽ ടി ക്യു എന്ന് പറയുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി, പി ഇസ് ദ പ്രൈസ്. അപ്പോൾ മെഷർമെൻറ്റ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാനായിട്ട് ടി ഒ ഈസ് ഈക്വൽ ടു ടി ക്യു ഇൻറ്റു പി. ഇവിടെ ടൈപ്പ് ഓഫ് എ കമോഡിറ്റി കൊടുത്തിട്ടുണ്ട് എ ബി സി. ഇവിടെ പ്രൈസ് പെർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് 10.85. 10.8 ക്വാണ്ടിറ്റി ഡിമാൻഡ് 10.85. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടി ആണ് വരുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിറ്റി ഈക്വൽ ടു 1 ആണ്. ഇനി ബി എന്ന് പറയുന്ന കമോഡിറ്റി, അവിടെ വില കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു, ടോട്ടൽ എക്സ്പെൻഡിച്ചർ പക്ഷേ കൂടിയാണ് വരുന്നത്. ഇവിടെ ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ സി എന്ന് പറയുന്ന കമോഡിറ്റി വില കുറഞ്ഞു വരുന്നു, ആദ്യം അങ്ങനെ തന്നെ നിൽക്കുന്നു 13, പിന്നെ ഇച്ചിരി കൂടി. ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 120, 104, 80 കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിറ്റി ലെസ് ദാൻ 1 ആണ്, കുറവാണ്. അപ്പോൾ ദിസ് മെത്തേഡ് പ്രൊവൈഡ്സ് 3 റിസൾട്ട്. വെൻ പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. വെൻ പ്രൈസ് റൈസസ്, പ്രൈസ് കൂടുമ്പോൾ ടോട്ടൽ ഔട്ട്ലേ ഫോൾസ്. ഇലാസ്റ്റിക് ഡിമാൻഡിൽ മൊത്തം ചിലവ് ടോട്ടൽ ഔട്ട്ലേ ഫോൾ. പ്രൈസ് കൂടുമ്പോൾ ടോട്ടൽ ഔട്ട്ലേ റൈസ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡിലോ പ്രൈസ് കൂടുമ്പോൾ ടോട്ടൽ ഔട്ട്ലേ റൈസ് ചെയ്യും. വെൻ ദി പ്രൈസ് ഫോൾ ടോട്ടൽ ഔട്ട്ലേ ഫോൾസ്. പ്രൈസ് കുറയുമ്പോൾ മൊത്തം ചിലവ് കുറയുകയാണല്ലോ ചെയ്യുന്നത്. പ്രൈസ് കൂടുമ്പോൾ മൊത്തം ചിലവ് കൂടും. ഇപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക്കിലോ ടോട്ടൽ ഔട്ട്ലേ റിമൈൻ അൺചേഞ്ച്. ഇവിടെയും ടോട്ടൽ ഔട്ട്ലേ റിമൈൻ അൺചേഞ്ച്. ഇനി പെർസെൻറ്റേജ് മെത്തേഡിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടതാണ്, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇനി പോയിൻറ്റ് മെത്തേഡ് ഓർ ജോമെട്രിക് മെത്തേഡ്, അതിൻ്റെ ഇക്വേഷൻ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് എ പോയിൻറ്റ് ലോവർ സെഗ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് കർവ്. അതാണ് അതിൻ്റെ ഇക്വേഷൻ. പോയിൻറ്റ് മെത്തേഡ് ഓർ ജോമെട്രിക്കൽ മെത്തേഡിൻ്റെ ഇവിടെ ഒറ്റ കർവിൽ ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ്, ഈ ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1, ഇലാസ്റ്റിറ്റി ഈക്വൽ ടു 1, ലെസ് ദാൻ 1, ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 0. ഇതാണ് പോയിൻറ്റ് മെത്തേഡ് ഓർ ജോമെട്രിക് മെത്തേഡ്. ഇനി ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡോ, ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇക്വേഷനാണ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വൈ ഇൻറ്റു വൈ ബൈ ക്യൂ ആണ്. ഈ പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ സ്ഥാനത്ത് അവിടെ വൈ വന്നു, പിയുടെ സ്ഥാനത്ത് വൈ വന്നു. ഇവിടെ ഇൻകത്തിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വൈ ഇൻറ്റു വൈ ബൈ ക്യൂ. മറ്റത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ആയിരുന്നു. ഇവിടെ അതിന് പകരം വൈ വന്നു. ക്രോസ് ഇലാസ്റ്റിറ്റിയുടെ കാര്യത്തിലോ ഇവിടെ ഇക്വേഷൻ നോക്കിയാൽ അറിയാം, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി വൈ ഇൻറ്റു പി വൈ ബൈ ക്യൂ എക്സ് ആണ് വന്നേക്കുന്നത്. അതായത് ഇവിടെ പിയുടെ സ്ഥാനത്ത് പെർസെൻറ്റേജ് പ്രൈസ് ഇലാസ്റ്റിറ്റിയിൽ പിയുടെ സ്ഥാനത്ത് എന്താണ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി വൈ, അതായത് വൈ എന്ന് പറയുന്ന സാധനത്തിൻ്റെ വിലയും പി ബൈ ക്യൂ, മുകളിൽ പി വൈ പ്രൈസ്, വൈയുടെ പ്രൈസും എക്സിൻ്റെ ക്വാണ്ടിറ്റിയും. അപ്പോൾ രണ്ട് സാധനങ്ങളുടെ വിലയും രണ്ട് സാധനങ്ങളുടെ പ്രൈസുമാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് കമോഡിറ്റി എക്സ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് അതർ കമോഡിറ്റി വൈ. ഇവിടെ രണ്ട് സാധനങ്ങളുടെ പ്രൈസും ഡിമാൻഡുമാണ് ഇവിടെ എടുക്കുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റിയിൽ. അപ്പോൾ ഇലാസ്റ്റിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്, അതായത് എ ക്യൂ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി പി ആണ്. ഇത് ലീനിയർ ഇക്വേഷൻ. ക്യൂ ഡി, എ വെർട്ടിക്കൽ ഇൻറ്റർസെപ്റ്റ്, ബി സ്ലോപ്പ് ഓഫ് ദി കർവ്, പി പ്രൈസ് ഓഫ് ദി കമോഡിറ്റി. അതിൻ്റെ ഇക്വേഷൻ ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ബി പി ബൈ ക്യൂ, ബി പി ബൈ ക്യൂ. ഇവിടെ മൈനസ് ബി പി ബൈ ക്യൂ, ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ മൈനസ് ബി പി ബൈ ക്യൂ ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 10 - 2p എന്ന് പറയുന്ന ഇക്വേഷനിൽ 10 ബി മൈനസ് ബിയുടെ സ്ഥാനത്ത് 2 ഇട്ടു, 3 2 ഇൻറ്റു 3 ഡിവൈഡഡ്, പിയുടെ സ്ഥാനത്ത് 3 ആൻഡ് ഡിവൈഡഡ് ബൈ 4, ക്യൂവിൻ്റെ സ്ഥാനത്ത് 4 ഇട്ടു. ആ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴാണ്
ഈ 4 കിട്ടുന്നത്. അപ്പോൾ 1.5 കിട്ടി. ആ 10 - 2p എന്ന് പറയുന്ന ഇക്വേഷനിൽ 10 - 2 × 3 പിയുടെ സ്ഥാനത്ത് 3 കൊടുത്തു. അപ്പോൾ ബിയും പിയും ക്യൂവും കിട്ടി. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രൈസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസിഡർ ലീനിയർ ഇക്വേഷൻ 10 - 2p, ഫൈൻഡ് ദ പ്രൈസ് ഇലാസ്റ്റിറ്റി അറ്റ് പ്രൈസ് 3. ഇവിടെ പ്രൈസ് 5 ആണ്. അപ്പോൾ 5 എന്ന് ഇക്വേഷനിൽ 5 കൊടുത്തപ്പോൾ 3 × 5 / 5, ആ ഇക്വേഷനിൽ 20 - 3 × 5 = 5 കിട്ടി. ആ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ 3 കിട്ടി. നേച്ചർ ഓഫ് കമോഡിറ്റി ആൻഡ് ഡിമാൻഡ് കർവ്. നോർമൽ ഗുഡ്സ് ഉണ്ട്. നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. നോർമൽ ഗുഡ് is called normal good. Alternatively, it is good and quantity demand increases as income rise. വരുമാനം കൂടുമ്പോൾ ഡിമാൻഡും കൂടും. There is direct relation between income and demand for normal good. നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ ഇവിടെ y ആക്സിസിൽ y ഇൻകം, ഇവിടെ ക്യൂ. അപ്പോൾ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡും കൂടും. ഇൻഫീരിയർ ഗുഡോ, ഇൻകവും ഡിമാൻഡും when the rise in income lead to fall in demand. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻഫീരിയർ ഗുഡ്. ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ്. ഇവിടെ ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത് ഇൻഫീരിയർ ഗുഡിൻ്റെ കാര്യത്തിൽ. ഇനി കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ കാര്യത്തിലോ, കോംപ്ലിമെൻ്ററി ഗുഡ് ആർ പെയർ ഓഫ് ഗുഡ് വിച്ച് ആർ ഡിമാൻഡഡ് ജോയിൻ്റ്ലി ടു സാറ്റിസ്ഫൈ എ ഗിവൺ വാണ്ട്. ദി എക്സാമ്പിൾ ആർ കാർ ആൻഡ് പെട്രോൾ, ഫൗണ്ടൻ പെൻ ആൻഡ് ഇങ്ക്, നീഡിൽ ആൻഡ് ത്രെഡ്. There is inverse relation between price of a commodity and the demand for its complementary good. ഇവിടെ പ്രൈസ് ഓഫ് പെട്രോൾ ആണ് y ആക്സിസിൽ, ക്വാണ്ടിറ്റി ഓഫ് കാറും ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രൈസ് ഓഫ് പെട്രോൾ P1 P2 P1 കൂടിയപ്പോൾ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് കാറിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ് ആർ പെയർ ഓഫ് ഗുഡ് വിച്ച് ആർ ഡിമാൻഡഡ് ജോയിൻ്റ്ലി ടു സാറ്റിസ്ഫൈ എ ഗിവൺ വൺ. അത് കാറ് മാത്രമായിട്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ല, പെട്രോളും കൂടി ഉണ്ടെങ്കിലാണ് പറ്റൂ. ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ഗുഡ്. അപ്പോൾ ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ഡിമാൻഡ് ഫോർ ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ഗുഡ്. ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടിയാൽ കാറിൻ്റെ ഡിമാൻഡ് കുറയും. അതുകൊണ്ട് ആ കർവിൻ്റെ ഷേപ്പ് നെഗറ്റീവ്ലി സ്ലോപ്പാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ കാര്യത്തിലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആർ പെയർ ഓഫ് ഗുഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഈച്ച് അതർ ടു സാറ്റിസ്ഫൈ ഗിവൺ വൺ. That is they are called competitive good. There is direct relation between price of a commodity and demand for its substitute. ഇവിടെ പ്രൈസ് ഓഫ് കോഫി, ക്വാണ്ടിറ്റി ഓഫ് ടീ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കോഫിയുടെ വില P1 P2 കൂടിയപ്പോൾ ഇവിടെ ടീയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 Q2 കൂടി. അപ്പോൾ കോഫിയുടെ വില കൂടുമ്പോൾ ചായപ്പൊടിയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. Thank you.